खुदाबंदेशु की आराधना, आराधना हो आराधना, खुदाबंदेशु की आराधना, पवित्र दिल से आराधना, प्रेमी मन से आराधना, पवित्र दिल से आराधना, प्रेमी मन से आराधना, आराधना हो आराधना, खुदाबंदेशु की आराधना, आराधना हो आराधना, खुदाबंदेशु की आराधना, मेरे मसीहा की आराधना, जीवन दादा की आराधना, मेरे मसीहा की आराधना, जीवन दादा की आराधना, आराधना हो आराधना, खुदाबंदेशु की आराधना, आराधना हो आराधना, खुदाबंदेशु की आराधना. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഇന്ന് ദൈവം നമ്മെ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ആത്മയുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മൾ ആത്മയുദ്ധം, നമുക്കറിയാം നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ചു കളയുവാനാണ് ശത്രു നോക്കുന്നത്, ദുഷ്ടൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ കൂടി ആരാധനയിൽ കൂടി നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ നോക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കാനിടയായി തീരണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയിൽ പോരാടി ജയിക്കണം എന്നാണ് ദൈവം നമ്മെ വചനത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് നമ്മൾ പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുന്നതോടൊപ്പം നമുക്ക് ആത്മയുദ്ധത്തിന് വേണ്ടി ഇത് രണ്ടാമത്തെ വെപ്പൺ ദൈവവചനം ആണ് എന്നുള്ളതാണ്. 2 തീമോത്തി 2 അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ നമ്മൾ വായിക്കാം. 2 തീമോത്തി 2 അധ്യായത്തിൻ്റെ 3-4 वचन. 2 तीमोथी 2 अध्याय का 2 और 3 और 4 हम पढ़ेंगे. ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കിട്ടിയാലും ചട്ടപ്രകാരം പോരാടുകയിൽ കിരീടം പ്രാപിക്കുകയില്ല. तो ये वचन बहुत से बार सुना गया वचन है. तो परमेश्वर का वचन बोल रहा है. हमारा परमेश्वर का वचन, परमेश्वर का सेवा के लिए हम उतरा तो परमेश्वर को प्रसन्न करने के लिए हम तैयार हो गया तो हमारा इस दुनिया का जीवन के बारे में ज्यादा सोचने का जरूरत नहीं, क्योंकि इस दुनिया का जीवन परमेश्वर को मालूम है. अपना बच्चे लोगों का इस दुनिया का जीवन कैसा चलाने का है करके. तो परमेश्वर बोल रहे तुम इस दुनिया का चिंता ना रखते हुए जीने का है करके परमेश्वर हमें सिखा रहा है. तो हमारा चिंता क्या है? हम आत्मा को बचाने के लिए युद्ध करने का समय है.
हम परमेश्वर का वचन के अनुसार हम जीने का है। परमेश्वर का वचन बोल रहे तुम परमेश्वर को प्रसन्न करने वाला व्यक्ति होना मांगते हैं। परमेश्वर को प्रसन्न करने के लिए परमेश्वर का लोग इस दुनिया का जीवन के बारे में सोचकर समय बिताने का नहीं, ऐसा जिएगा तो मुकुट नहीं पाएगा करके लिखा है उधर। ഈ ലോകത്തിന്റെ ചിന്തകളിൽ മാത്രം നമ്മൾ മുഴുകി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ കിരീടം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്। हमारा मुकुट नष्ट होने के लिए साध्यता है यदि हम खाली इस दुनिया का चिंता में जिएगा तो। इसके लिए हमें लड़ाई कर कर हमें इस दुनिया के लिए नहीं, परमेश्वर का राज्य प्राप्त करने के लिए हमें जीना है। हालेलुया। इसके लिए परमेश्वर का वचन पूरी तरह से अपनाना बहुत ही जरूरी है। വചൻ के बारे में अपने को मालूम है, परमेश्वर का वचन ദൈവത്തിന്റെ ശ്വാസം ഉൾക്കൊണ്ടതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവശാസനീയമാകയാൽ ദൈവത്തിന്റെ അതിന്റെ 16-ാം വചനം 3-ാം അധ്യായത്തിന്റെ 3रा अध्याय का 2 तिमोथी 3रा अध्याय का 16वीं वचन हम पढ़ेगा तो उधर लिखा है परमेश्वर वाइचमा में ദൈവശാസനമാകയാൽ എല്ലാ തിരുവെഴുത്തും ദൈവശാസനമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ശുദ്ധീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കിക്കേ, അവിടെ പറയുന്നത് എന്താണ്? സഭി परमेश्वर का वचन, परमेश्वर का श्वास उस वचन के अंदर है करके लिखा है उधर। ദൈവത്തിന്റെ ശ്വാസം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദൈവവചനം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വചനത്തിലും ദൈവത്തിന്റെ ശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, നമ്മുടെ ശ്വാസം ഒന്ന് നിന്നുപോയാൽ നമ്മളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസമാണ്, ശ്വാസത്താലാണ്, ദൈവത്തിന്റെ ജീവനാലാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം നമ്മൾ കേൾക്കുന്ന ഓരോ വചനത്തിലും ജീവനുണ്ട്. हम परमेश्वर का वचन सुनने का समय उस वचन के अंदर परमेश्वर का जीवन है। इसके लिए उस वचन हमारा जीवन शरीर में, हमारे अंदर, हमारे मन में, हृदय में जाने का समय परमेश्वर का जीवन हमारे अंदर जा रहे। तो ये जीवन सभी मनुष्य ദൈവശാസനീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്. അപ്പോ ദൈവം എന്തിനാണ് ഈ ദൈവത്തിന്റെ ശ്വാസം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ മാത്രമേ ദൈവവചനം കേൾക്കുകയുള്ളൂ, ദൈവവചന പ്രകാരം ജീവിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനായി നമ്മൾ മാറിയെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമെന്നുള്ളത്. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നപ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തു ദൈവിക ശക്തിയാൽ എന്തൊക്കെയാണ് ചെയ്തത്? സൽപ്രവൃത്തികൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നാം ദൈവത്തിന്റെ മനുഷ്യനായി മാറുമ്പോൾ നമ്മളിൽ നിന്നും സൽപ്രവൃത്തികൾ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ദൈവം ഈ വചനം നമുക്ക് തരുന്നത്. അവിടെ പറയുന്നത് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു. അപ്പം വചനം കേൾക്കുന്നത് മൂലം നമ്മൾ സൽപ്രവൃത്തി ചെയ്യാനുള്ള വക പ്രാപിക്കുകയാണ്. हम वचन सुनने का समय वचन के द्वारा जो सच्चा प्रवृत्ति करने के लिए हमें योग्य बन रहा है. हमें सत्प्रवृत्ति करने के लिए जो कुछ मांगते वो वचन के जरिए परमेश्वर हमें दे रहे. हालेलुया. അവിടെ പിന്നെയും പറയാണ് തികഞ്ഞവനാക്കാൻ എന്ന് വെച്ചാൽ സൽപ്രവൃത്തി ചെയ്ത് 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 തികഞ്ഞവനാകാൻ വേണ്ടി. ഒന്നും രണ്ടും സൽപ്രവൃത്തിയല്ല,
ജീവിതകാലം മൊത്തം സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായി ദൈവത്തെ പോലെ, നമുക്കറിയാം ദൈവം തമ്പുരാൻ ഭൂമി ഉണ്ടാക്കിയ സമയം മുതൽ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയ സമയം മുതൽ ദൈവം നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി, മനുഷ്यों के लिए, सभी जीव जंतु के लिए परमेश्वर क्या करते हैं? अच्छा प्रवृत्ति कर रहे शुरुआत से लेकर अभी तक. तो हम भी परमेश्वर का मनुष्य बन जाएगा तो हमारे द्वारा भी परमेश्वर का जैसा अच्छा प्रवृत्ति होने के लिए उधर मीन्स पूरी तरह से सच्चा प्रवृत्ति करने वाला बनने के लिए परमेश्वर हमें वचन के जरिए तैयार कर रहा है. ഹല്ലേലൂയ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിയേ. അവിടെ പറയുന്നത് ഉപദേശിക്കുന്നവനായിരിക്കണം, ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നവരായി മാറും. ഒരു നല്ല തികഞ്ഞ മനുഷ്യനായി, ദൈവികമായി തികഞ്ഞ ഒരു മനുഷ്യനായി മാറുന്നു. പിന്നെ പറയാണ് ഉപദേശിക്കുന്നവനായി മാറുന്നു, പിന്നെ ശാസിക്കുന്നവനായി മാറുന്നു. ഗുണീകരണത്തിന്, ഒരു വ്യക്തിയെ ഗുണമുള്ളവനാക്കി മാറ്റുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കുന്നു. പിന്നെ അവിടെ പറയുന്നത് നീതിയിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നാം അഭ്യസിക്കുന്നതോടൊപ്പം അനേകരെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം നാം കേൾക്കുന്നതിൽ കൂടി परमेश्वर का वचन सुनने के जरिए हम एक सच्चा मनुष्य बनेगा और परमेश्वर का मनुष्य बनेगा और पूरी तरह से परमेश्वर का मनुष्य बनेगा करके लिखा है. फिर परमेश्वर के जैसा उपदेश करने वाला, शासन मीन्स टट्टा करने वाला मीन्स ശാസിക്കുന്നവനായി തീരും. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യന് एक बच्चे को नहीं तो एक व्यक्ति को अच्छा रास्ते में चलाने वाला बन जाता है. और लिखा है धार्मिकता सिखाने वाला भी, सीखने वाला भी बन जाता है. हालेलुया. तो हमारा जीवन में हमें ये परमेश्वर का वचन सुनने के द्वारा हमें ऐसा बनना है. हमें परमेश्वर चाहते हैं एक व्यक्ति ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, एक व्यक्ति आत्मा को बचाने के लिए चाहते तो ये वचन के अनुसार हमें जीना पड़ेगा. हालेलुया. तो മോശയുടെ കാലം മുതൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം നോക്കിക്കേ. മാത്യു का सुसमाचार 2 अध्याय का 5वां वचन पढ़ेंगे. രണ്ടിന്റെ 5. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പൊ യേശുവിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഇവിടെ എന്തിനാ വന്നത്? നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. യേശുവിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. മീഖാ പ്രവചനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വചനത്തിൽ പറയുന്നുണ്ട്. मीका प्रवचन 5वां अध्याय का 2 वचन में यीशु के बारे में, यीशु का जन्म के बारे में लिखा है. यशायाह प्रवचन 11 में यीशु के बारे में, यीशु आने वाला है करके लिखा है. मात्यु का सुसमाचार 2 अध्याय का 3 वचन में लिखा है. ये सब कुछ यीशु के मोशे से लेकर पूरा न्याय प्रमाण में लिखा है. जन को बताया है अपना आत्मा को बचाने के लिए यीशु मसीह इधर आया और अपना आत्मा को बचाने के लिए खुद का जीवन को त्याग कर उन्हें आत्मा युद्ध किया है. वो यीशु प्रभु युद्ध क्यों किया है? हमारा आत्मा को बचाने के लिए.
और युद्ध के समय में उनका जीवन को भी त्यागना पड़ा. ഹല്ലേലൂയ. അവന്റെ ജീവൻ പോലും ത്യജിച്ചിട്ട് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് യേശു തമ്പുരാൻ യുദ്ധം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ എല്ലാ വചനങ്ങളും വായിക്കുന്നില്ല, ഹിന്ദിയിൽ വായിക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാ വചനങ്ങളും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ ജനനത്തെ വെളിപ്പെടുത്തുന്നത് വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 2:5-6 വരെ നമ്മൾ വായിച്ചാൽ, मीका प्रवचनम 5वां अध्याय का दूसरा वचन, यशायाह प्रवचन 11वीं अध्याय पूरा हम पढ़ेगा तो यीशु का जन्म के बारे में लिखा है. इधर ये सब कुछ क्यों लिखा गया है? इतना लिखा गया है. पूर्वी यीशु आने के पहले से ये लिखा गया है, फिर भी मनुष्य विश्वास नहीं किया है. ये ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ബൈബിൾ ഉടനീളം യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. യേശു आने वाला है, यीशु आने वाला है करके सभी प्रवाचक के द्वारा परमेश्वर ने यीशु का आगमन के बारे में बताया गया है. मगर मनुष्य ये सब सुनकर विश्वास करने के लिए ये सब बताया. സത്യം പഠിച്ച് സത്യം നമ്മെ സ്വതന്ത്രരാക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. सच्चाई को हम सीखने का और वही सच्चाई हमें स्वतंत्र करेगा. तो यीशु सच्चा परमेश्वर है. इस यीशु के बारे में हम सीखने का समय हमारे अंदर का सभी झूठ निकल जाएगा और सच्चाई हमें झूठ से बाहर लेके आएगा. तो हमारा जीवन पवित्र जीवन, नहीं तो सच्चाई में जीने वाला एक व्यक्ति, नहीं तो परमेश्वर का मनुष्य हम बन जाता है. हालेलुया. इसके लिए हमें परमेश्वर का मनुष्य बनने के लिए हमें परमेश्वर का वचन पूरी तरह से विश्वास करना मांगते हैं. हालेलुया. परमेश्वर का राज्य में हमें लेकर जाने के लिए, हमारा आत्मा को लेके जाने के लिए यीशु मसीह इधर आकर युद्ध किया है हमारे लिए. എന്തിനാണ് എല്ലാ രാജ്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചാൽ യുദ്ധമുണ്ട്. ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം, ഇറാഖ് തമ്മിൽ യുദ്ധം, അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ട്. അതുപോലെയാണ് ദൈവരാജ്യവും സൈത്താന്റെ രാജ്യമാകുന്ന നരകത്തിലെ രാജാവും തമ്മിൽ യുദ്ധമാണുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കളും ലോകത്തിന്റെ അല്ലെങ്കിൽ നരകത്തിന്റെ മക്കളും തമ്മിൽ വലിയ യുദ്ധമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ രാജ്യത്തിന് യുദ്ധമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താ? പ്രയോജനം ഉണ്ടാകത്തില്ല. അത് പ്രയോജനം ഉണ്ടാകൽ നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ നാം എന്ത് ചെയ്യണോ? ദൈവകൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. तो एक युद्ध अभी हो रहा है, तो मुझे लेके जाएगा क्या? मुझे नहीं लेके जाएगा, क्योंकि मुझे युद्ध करने के लिए नहीं आता है. तो अभी मैं बोल रहे परमेश्वर का राज्य में परमेश्वर का मनुष्य बनकर हम जी रहा है, तो हमें युद्ध करने के लिए सीखना पड़ेगा. उसके लिए युद्ध करने के लिए हमें क्या करना पड़ेगा? पहले परमेश्वर का वचन के अनुसार, परमेश्वर का कल्पना के अनुसार हमें जीना पड़ेगा. और दूसरा बात, परमेश्वर का अभिषेक हमें पाना पड़ेगा, सीखना पड़ेगा कैसा युद्ध करने का है, अभिषेक प्राप्त करने का, शक्ति प्राप्त करने का, उपवास के द्वारा शक्ति प्राप्त कर हमें लड़ाई करना है. हम साधारण हमारा परमेश्वर का राज्य का वेपन क्या है? एक तो प्रार्थना, दूसरा परमेश्वर का वचन, तीसरा
अभिषेक से प्रार्थना करना और उपवास कर कर शक्ति प्राप्त करना, और ये सब कुछ पाकर जीने वाला एक व्यक्ति कोई युद्ध कर सकता है, ആത്മയുദ്ധ कर सकता है. ആത്മാവിനെ രക്ഷിക്കാനുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നാമത് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമത് शक्ति से प्रार्थना करने वाला व्यक्ति होना मांगते हैं. और दूसरा बात है हमारा परमेश्वर का वचन नहीं तो कल्पना उसी हिसाब से पालन करने वाला व्यक्ति होना मांगते हैं. तीसरा बात है परमेश्वर का अभिषेक, पवित्र आत्मा का अभिषेक प्राप्त किया हुआ व्यक्ति होना मांगते हैं. तीसरा बात है उपवास के जरिए ये पवित्र आत्मा का शक्ति हमें प्राप्त कर कर हमें परमेश्वर का हित के अनुसार जीने वाला एक व्यक्ति होना मांगते हैं. ഈ ജീവിക്കുന്നവരെ മാത്രമേ യുദ്ധത്തിന് ദൈവം ഉപയോഗിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ശക്തി പ്രാപിച്ച് ജീവിക്കുന്നവരെ ऐसा शक्ति प्राप्त कर कर योग्यता प्राप्त कर कर जीने वाला लोगों को परमेश्वर लड़ाई के लिए यूज करेगा. ഹല്ലേലൂയ. അവർക്ക് മാത്രമേ സാത്താനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാ ഇവരെ ഉപയോഗിക്കുന്നത്? ദാനിയേലിന്റെ പുസ്തകം ഒന്ന് എടുത്തേ മാമേ. 10-ാം അധ്യായത്തിന്റെ 12-ാം വചനം നമുക്ക് വായിക്കാം. മാനവരാശിയുടെ ആരംഭം മുതൽ ദൈവവും പിശാചും തമ്മിൽ യുദ്ധമാണ്. മനുഷ്യको बनाया तभी से लेकर परमेश्वर और शैतान दोनों युद्ध में है. दानिയേൽ का पुस्तक 10वीं अध्याय 10-ാം അധ്യായത്തിന്റെ 12-ാം വചനം വായിച്ചു. ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇത് 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടയച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതും നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. മനുഷ്യജനത്തെ ഭാവിയിൽ മനുഷ്യർക്ക് വരാനിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ ദാനിയേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യരെ രക്ഷിക്കാനുള്ള വഴിയുമായി ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുത്തേക്ക് പോയപ്പോൾ പിശാച് പാർസി രാജ്യത്തെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈത്താന്റെ ദൂതൻ എന്ത് ചെയ്തു? ഗബ്രിയേലിനെ തടഞ്ഞു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ അടുത്ത് അവൻ എത്താൻ പാടില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി ഗബ്രിയേൽ ദൂതനെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മീഖായേലിനെ കൂടെ ഗബ്രിയേലിന് സഹായത്തിനായിട്ട് അയച്ചു. നോക്കിക്കേ, മനുഷ്യരാശിയുടെ ആരംഭം മുതൽ मनुष्यराशि होने का समय से लेकर शैतान और परमेश्वर का राज्य से लड़ाई है. परमेश्वर का राज्य स्थापन करने के लिए नहीं दे रहा है. हालेलुया. वो राज्य स्थापन के लिए यीशु मसीह दुनिया में आने का नहीं, आएगा तो उसका राज्य, उसका मनुष्य के बीच में जो संबंध है, जो प्रवृत्ति है, जो दुष्टता कराने का अवस्था है, वो खत्म हो जाएगा करके शैतान को मालूम है. इसके लिए युद्ध कर रहा है. इसके लिए मनुष्यों से मनुष्य का विश्वास गिराने के लिए शैतान कोशिश कर रहा है. मनुष्य जो व्यक्ति अंधकार में डूबते डूबते जीने वाला व्यक्ति को प्रकाश नहीं तो ज्योति में आने के लिए नहीं दे रहा है. उसको अंधकार को ही अच्छा लगने का जैसा उसका जीवन को शैतान तैयार कर रहा है.
तो परमेश्वर सभी को उनका ज्योति में आने के लिए लड़ाई कर कर प्रार्थना करो, अभिषेक प्राप्त करो और परमेश्वर का शक्ति प्राप्त करो, परमेश्वर का हित के अनुसार जियो करके परमेश्वर में सिखाने का समय है। हम मनुष्य पीछे हट रहे तो, युद्ध करने के लिए हमें नहीं हो रहे है तो, प्रार्थना के लिए हमें नहीं दे रहा है शैतान, तो हमें लड़ाई करना ही पड़ेगा। നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഭംഗം വരുന്നു അല്ലെങ്കിൽ തടസ്സം വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ മനസ്സിലാക്കിക്കോണോ ഇത് പിശാചിന്റെ തന്ത്രമാണ് എന്ന്। हमारा प्रार्थना को थोड़ा रुकावट आने का समय चिंता कर देने का ये शैतान का चाल है। इसके लिए उससे बचने के लिए हमें रास्ता खोजना है और समय हमें बनाना है। तो शैतान से हमें जीत पाना है। हालेलुया। शैतान कोई भी चाल हमारे सामने रखेगा तो भी हम उसको जीतेगा, ऐसा निश्चय हमारा जीवन में लेना है। हालेलुया। तो हमारा परमेश्वर का राज्य स्थापन करने के लिए हम परमेश्वर आने का समय, हम उस राज्य में प्रवेश करने के लिए हमें योग्यता मिलना मांगते हैं। उसके लिए हमारा जीवन को हमें तैयार करना है। दानियल का वो 10वीं अध्याय का 12 हम पढ़ेगा तो उधर हमें मालूम पड़ता है, दानिയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് ദൈവം കേട്ടിരിക്കുന്നു. നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി മനസ്സൊരുക്കുന്നതായ സമയം മുതൽ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ഇരിക്കുന്നതായ സമയം മുതൽ എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുന്ന സമയം മുതൽ ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദാനിയേലിനോട് പറയാണ്, നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച് നിന്നെ തന്നെ ദൈവം മുമ്പിൽ താഴ്ത്താൻ വേണ്ടി മനസ്സ് വെച്ച സമയം മുതൽ, വച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ പറയാണ്, നിന്റെ വാക്കനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. ആരുടെ വാക്കനുസരിച്ച്? ദൈവത്തിന്റെ വാക്കനുസരിച്ചല്ല. ദാനിയേല് ദൈവം മുമ്പിൽ താഴ്ത്തി പറഞ്ഞ വാക്കനുസരിച്ചാണ് ദൈവം ഗബ്രിയേലിനെ ദാനിയേലിന്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് ദൈവത്തിന് ഇഷ്ടപ്പെടുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം അന്നേരം തന്നെ അയക്കും. നമ്മുടെ വാക്ക് വെച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്ത് വാക്ക് സംസാരിക്കുന്നു, हम प्रार्थना करने का समय क्या हमारा मुंह से आता है, जो वेडिंग के हिसाब से परमेश्वर उत्तर भेजेगा. ഹല്ലേലൂയ. അത് ദൈവത്തിന് പ്രസാദമായിരിക്കണം. वो हमारे बातों को परमेश्वर प्रसन्न होने वाला बात है तो उत्तर तुरंत हमें भेजेगा. हालेलुया. तो हमारा जीवन में हमारा प्रार्थना दानियल के समान परमेश्वर को प्रसन्न करने वाला एक प्रार्थना करने के लिए, उनका परमेश्वर का वचन के अनुसार जी कर प्रार्थना करने के लिए प्रभु इस आज का दिन हमें तैयार करने के लिए हम प्रार्थना करेंगे. इसका बाकी भाग हम अगले दिन सुनेंगे. परमेश्वर में इस वचन के द्वारा आशीष करे. आमीन. പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥിച്ചാട്ട് ബേബി അമ്മ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അവിടുത്തെ സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമാറാകണം.
കർത്താവെ, ഈ സമയം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് നിന്ന് കർത്താവെ സകല രോഗബന്ധനങ്ങളും നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരവുമാറാണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഷെയർ ചെയ്ത് നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും കൊടുക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.